നമസ്കാരം, എല്ലാവർക്കും മല്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെന്ത് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കണതേ ഒരുപാട് പേര് എന്താ പറയാ ഡേ ഇൻ മൈ ലൈഫ്, കുറെ യൂട്യൂബേഴ്സ് ആയാലും ഒരുപാട് പേര് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ അതൊരു ദിവസത്തെ കാര്യമാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ 3 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് 3 days, ആ 3 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. അത് ഞാൻ ലാസ്റ്റ് കാണാൻ എന്തായാലും വിശേഷം ലാസ്റ്റ് നമുക്കെല്ലാം മനസ്സിലാവും. പക്ഷെ അതിന് മുന്നോടിയായിട്ടുള്ള എന്റെ യാത്രകള് ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ എന്റെ മോള് ഭദ്രക്കുട്ടി ബാംഗ്ലൂരിന് 1 മാസത്തിന് ശേഷം ബാംഗ്ലൂരിന് വരുന്ന വീഡിയോ ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയ്ക്ക് പോട്ടാ. ജിമ്മാണ്, ജിമ്മിൽ പോവാം. ഇന്നത്തെ അഭ്യാസം കഴിഞ്ഞു ജിമ്മില്. ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. നല്ല പണി കിട്ടി, കാലിന് നല്ല സുഖം നടക്കാൻ. എന്തായാലും പിന്നെ മീൻകടയിലേക്കൊന്ന് പോകണം. ഭദ്രക്കുട്ടിക്ക് മീനച്ചാറ് ഉണ്ടാക്കണേ, അപ്പൊ മീൻ വാങ്ങിക്കണം. ഓക്കെ, മീൻകടയ്ക്ക് പോകാം. വന്നിട്ടുള്ളത് സുനിച്ചേട്ടൻ്റെ കൂടെ. അപ്പൊ നമുക്ക് മീൻ നോക്കാം. മീൻ അയിലുണ്ട്, ആവോലിണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അയില വാങ്ങിക്കാം. അയിലെന്താ വില? 200 അല്ലേ? എന്താ വാങ്ങിക്കണേ? ഞാൻ ആവോലിയും കൊഴുവല്ലേ? അപ്പോ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി. അങ്ങനെ ഇനിയിപ്പോ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഭദ്രക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം. എന്തിനാ ഡ്രസ്സ് എടുക്കാന്നറിയോ? അത് ഞാൻ പിന്നെ പറയാം. പോവാം. പിന്നെ ശേഷം പിന്നെ ഇന്നലെ രാത്രി ഡ്രസ്സൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ച് ലേറ്റായി. ഞങ്ങൾ ആദ്യം ട്രെൻഡ്സിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ അവിടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറേ പ്രോഗ്രാംസ് നടക്കുകയാണ്. ജാൻമണീനെ കണ്ടുട്ടാ, ജാൻമണീനും അഭിഷേകിനെയൊക്കെ കണ്ടു. പിന്നെ ട്രെൻഡ്സിൽ നോക്കിയവൾക്ക് ഡ്രസ്സ് അതൊന്നും സെറ്റായില്ല. അവസാനം മറ്റേ ബ്രൈഡല് വന്നിട്ടുണ്ട്, മറ്റേ കൊടുങ്ങല്ലൂരുള്ള ബ്രൈഡല് തൃപ്രയാർ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ചുരിദാർ എടുത്തത്. നല്ല സെലക്ഷൻ ആട്ടോ, സൂപ്പറാണ് അവിടെ. ട്രെൻഡ്സിലും സ്റ്റുഡിയോയിലേക്കും പോയി.
ഇഷ്ടായില്ല ഡ്രസ്സൊന്നും. ഇപ്പഴാ ഭദ്രക്കുട്ടിയെ പല്ല് എല്ലാ മാസം ടൈറ്റ് ചെയ്യണ്ടേ, പല്ലിന്റെ ക്ലിപ്പ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോവാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർക്ക് പോകണം. പിന്നെ അതുകൂടാതെ പ്രാക്ടീസ് ഉണ്ട്, സുഹൃത്തിന്റെ പ്രാക്ടീസ് ഉണ്ട്. തിരുവാതിരക്കളി കോലയിലാണ്. അതാണ് ഇന്നത്തെ വിശേഷം. എന്റെ കൂടെ ഉണ്ണിയേട്ടനുണ്ട്, ഭദ്രക്കുട്ടിയുണ്ട്. ഓക്കെ, അങ്ങനെ ഭദ്രക്കുട്ടിയുടെ പല്ലിന്റെ കമ്പിക്ക് ടൈറ്റാക്കി അതിൻ്റെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ കയറിയാടെ ഒരു പഴങ്കഞ്ഞിക്കടുണ്ട്. ഭദ്രക്കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതില് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴങ്കഞ്ഞിക്കടയിലേക്ക് പോണത്. ഇവിടെ ഫുഡാണ് പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാട്ടാ. ഏറിയാട് പോയി. അപ്പൊ അവിടുത്തെ സമയം കഴിഞ്ഞിരുന്നു. അപ്പൊ അത് കാരണം അവിടുന്ന് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഇവിടെ പടാക്കുളത്ത്. പഴങ്കഞ്ഞിക്കട ഉണ്ട്. പടാക്കുളത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെ രാവിലെ ഒന്നും കഴിക്കാതെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. ഒരു 8 മണിക്ക് 7-8 മണിയായില്ല നമ്മൾ ഇറങ്ങുമ്പോ. അപ്പൊ ഒന്നും കഴിച്ചില്ല. അപ്പൊ ജസ്റ്റ് ഒരു കാലിച്ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കണം ഞങ്ങള്. ഓക്കെ, ഭദ്രക്കുട്ടിയുടെ പല്ല് വയ്ക്ക് ഈ വർഷത്തോടു കൂടി കഴിയുന്ന വിചാരിക്കുന്നത്. ഡിസംബറോട് കൂടി ട്രീറ്റ്മെന്റ് കഴിയും അങ്ങനെ വിചാരിക്കുന്നത്. കഴിച്ചു പകുതി കഴിച്ചു. ചപ്പാത്തി ചോർന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളൊരു പഴങ്കഞ്ഞിയും പിന്നെന്താ ഒരു ചട്ടിച്ചോറ് പറഞ്ഞത് 3 പേർക്കും കൂടി. ഞാൻ ഡയറ്റിലായ പൈസ ഒഴിവാക്കിയിരിക്കുന്നു. ഡയറ്റിലായ ജിമ്മിൽ പോകണം. മീൻ പൊള്ളിച്ചത് കഴിച്ചു. കറികളൊക്കെ ഞാൻ കഴിച്ചു. വറുത്ത അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. നമ്മുടെ ബിഞ്ചോസ് അതുപോലെ മഞ്ജു കൂടിയിട്ട് വന്നിട്ട് ഇവിടെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഫുഡ് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും വരണം. അകലൊന്നല്ല, കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, പടാക്കുളത്ത് കേട്ടാ. സൂപ്പർ ഫുഡ്. അപ്പൊ രാവിലെ ഭദ്രക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങള് അങ്ങനെ പഴങ്കഞ്ഞിക്കടയിലേക്കും പോയി. അത് കഴിഞ്ഞ് വന്ന് വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് പോവാണ്. നമ്മുടെ കോലയിലാണ്. വലിയ സൗണ്ടുണ്ട്. ഉണ്ണിയാട്ടത്തപ്പോ അടുത്ത കടയിലേക്ക് പോയേക്കാണ്. അപ്പൊ കോലയിൽ നിന്ന് ഡാൻസ് പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ കോലയിൽ വെച്ച് കാണാം. അമ്മായിനെ നിങ്ങൾ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ അമ്മായി വീട്ടിലൊന്ന് പ്രാക്ടീസ്. സ്വപ്ന ചായ ഉണ്ടാക്കണത്. അതിനെന്താ അവളെ വീടന്നിട്ടാ എല്ലാരും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ലേ അവളെ. അപ്പൊ
സുഹൃത്തിന്റെ ഡാൻസ് പ്രാക്ടീസ് അവിടെ തകൃതിയായിട്ട് നടക്കണം. ഇതാ കണ്ടില്ലേ, ആണുങ്ങളൊക്കെ കണ്ട സുഹൃത്തിന്റെ തന്നെ ക്രിക്കറ്റിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിലാണ് പ്രാക്ടീസിന് പോകണം. നമ്മളിപ്പോ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ ട്രഷറർ കണ്ണം പഠിക്കൽ. കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആളുടെ വീട്ടിലാണ് കർണാടകയാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒതുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ പോകണം. അപ്പൊ പോയിട്ട് വാ. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു. ഫുഡ് കണ്ടായിരുന്നു. മമ്മായി എന്താ പറയാ, പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം വരുന്നതൊന്നും എല്ലാം സന്തോഷമായിട്ട് സൂപ്പറായി. അപ്പൊ എല്ലാവരും അങ്ങനെ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി. അപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അതുകൂടാതെ എൻ്റെ എല്ലാ വിശേഷങ്ങളും, എൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ പറയാറുണ്ട്. ഇന്നൊരു സന്തോഷം പറയാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ചിങ്ങമാസം 1-ാം തീയതിയാണ്. ഈ വർഷം തന്നെ എല്ലാവർക്കും നന്നായിട്ട് നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഞങ്ങളുടെ മകളുടെ ഭദ്രയ്ക്ക് ഒരു ആലോചന കുറേ നാളായി ഇങ്ങനെ പറിച്ചത് തുടങ്ങിയിട്ട് ഇപ്പോൾ അവർ നേരിട്ട് വന്ന് നമ്മളെ മകളെ കാണാൻ വേണ്ടിയിട്ട് ചടങ്ങായിട്ടൊരു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെന്ന് പിടിച്ചെത്തിയിട്ടുള്ളത്. പൊതുവെ എന്നെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ രണ്ടുപേർക്കും ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് കാരണം അത് കേട്ടോ അങ്ങനെ പറഞ്ഞത്. മേക്കാടാണ്, മറ്റേ അത്താണി മേക്കാടാണ് എന്നാണ് വരുന്നത് അവര്. അപ്പോൾ ചെറുക്കൻ്റെ പേര് അതുൽ കൃഷ്ണ എന്നാണ്. പക്ഷെ ചെറുക്കനില്ല, മോൻ കാനഡയിലാണ്, അവിടെ പഠിക്കണം. ഇവിടെ നാട്ടിൽ പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്നു. കാനഡയിൽ MBA ചെയ്യണം കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കൂട്ടരൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് മോളെ കാണാൻ. പയ്യൻ പിന്നീട് വരും കാണാൻ. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോക്ക് പോകട്ടെ. ആളുടെ ചടങ്ങിന് പ്രത്യേകിച്ച് ആരും അച്ഛൻ വന്നിട്ടുണ്ട്, നാഥമായി വന്നിട്ടുണ്ട്, സ്വർണ്ണയിച്ച് വന്നിട്ടുണ്ട്. വെറുതെ കുട്ടീനെ കാണാൻ ഭദ്രക്കുട്ടിയുടെ ഡ്രസ്സിങ്ങാണത്. ആശിച്ചു വാ. അമ്മമാർ പോകുന്നത് വരും. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ലേറ്റില്ല. എനിക്ക് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, വലിയ നീ എൻ്റെ അടുത്തൊരു കുട്ടീനെ നോക്കാത്തത്, എനിക്കൊരു പെൺകുട്ടി വേണ്ടത്. എനിക്കതിൽ ഒരു വിഷമമില്ല പെൺകുട്ടി ഇല്ലാത്തതിൽ. എൻ്റെ ആദ്യത്തെ മോളാണ് സേതു, രണ്ടാമത്തെ മോളാണ് ശ്രീതു, മൂന്നാമത്തെ മോളെ കല്യാണമാണ് ഭദ്ര. അത് എൻ്റെ മോൾ തന്നെയാണ്. ഞാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എൻ്റെ ചേച്ചിമാർക്ക് ചെയ്യാനുള്ള അവകാശം ഞാൻ കൊടുക്കാറുള്ളൂ. എൻ്റെ മോളെ തന്നെയാണ്. ഇവരുള്ളത് തന്നെയാണ് എനിക്കൊരു ആശ്വാസം. അച്ഛൻ വേറെ കാണാം. അച്ഛൻ അങ്ങനെ പേരക്കുട്ടിയുടെ പെണ്ണുങ്ങാണ് ചടങ്ങ്. സന്തോഷം തന്നെ, വളരെ സന്തോഷം. അമ്മാമ്മയുണ്ട്. വാ അമ്മമ്മ. അമ്മാമ്മയുണ്ട്. അടുത്തതിന്റെ എത്രാമത്തെ തലമുറ അമ്മായി? ആറാമത്തെ തലമുറയില് ഈ വീട്ടിൽ. ശരിന്റെ കഴിഞ്ഞപ്പോ ഭദ്രയിൽ
2 ദിവസത്തെ ഹോളിഡേയ്സിന് ശേഷം വെള്ളി ശനി ഞായർ എൻ്റെ കൂടെ പോവാണ്, ബാംഗ്ലൂർക്ക് പോവാണ്. പ്രധാനമായിട്ടും പെണ്ണുകാണലിന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എൻ്റെ മോൾക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ. അവൾക്ക് തന്ന പൊക്കോൾ കൊണ്ടുപോകാം.